ദിവ്യകാരുണ്യത്തിന്റെ പ്രതീകമായി പലപ്പോഴും പെലിക്കൻ പക്ഷിയെയും കുഞ്ഞുങ്ങളെയും ചിത്രീകരിക്കാറുണ്ട്. അതിന്റെ കാരണം ഇതാണ്. പെലിക്കനുകൾ ഒരു കൂട്ടിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിന് ശേഷം അമ്മ പെലിക്കനുകൾ കൂടുവിട്ട് ഭക്ഷണം തേടി പോകുകയും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. പെലിക്കനുകൾ സാധാരണയായി വെള്ളത്തിനടുത്താണ് താമസിക്കുന്നത്. അവയുടെ ഇരകൾ ചെറിയ മത്സ്യങ്ങളും വാൽമാക്രികളുമാണ്. എന്നാൽ വരൾച്ചയുടെ കാലത്ത് ചതുപ്പുനിലങ്ങളും അരുവികളും വറ്റിപ്പോകാറുണ്ട്. ഈ സമയത്ത് അമ്മ പെലിക്കനുകൾക്ക് ഭക്ഷണം കണ്ടെത്താൻ കഴിയാതെ വരും. ഈ പ്രതിസന്ധി നേരിടുമ്പോൾ കുഞ്ഞുങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അമ്മ പെലിക്കൻ അതിന്റെ കൊക്കുപയോഗിച്ച് നെഞ്ചിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ രക്തം പുറത്തു വരുന്നു. അങ്ങനെ അമ്മയുടെ രക്തം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായി മാറുന്നു. പിന്നീട് അമ്മ മരിക്കുകയും കുഞ്ഞുങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നു. ക്രിസ്ത്യൻ കാഴ്ചപ്പാടിൽ പെലിക്കനും കുഞ്ഞുങ്ങളും യേശുവും അനുയായികളും തമ്മിൽ സാമ്യപ്പെടുത്താറുണ്ട്. അമ്മ പെലിക്കൻ യേശുവിനെ പ്രതിനിധീകരിക്കുന്നു. കുഞ്ഞുങ്ങൾ നമ്മെ പ്രതിനിധീകരിക്കുന്നു. കുഞ്ഞുങ്ങൾ കൂടിന്റെ സുരക്ഷിതത്വത്തിൽ വസിക്കുന്നത് പോലെ വിശ്വാസികൾ സഭയുടെ സുരക്ഷിതത്വത്തിൽ വസിക്കുന്നു. അമ്മ കൂടിന്റെ തലവനാണ്, യേശു സഭയുടെ തലവനും. പെലിക്കൻ ഹൃദയം തുറന്നു തന്ന് രക്തം കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് ജീവൻ കൊടുത്തതുപോലെ ഈശോ ഹൃദയം പിളർക്കപ്പെട്ട് അവിടുത്തെ രക്തം ചിന്തി നമുക്ക് ജീവൻ തന്നു. ഈശോ നിത്യവും ദിവ്യകാരുണ്യത്തിലൂടെ ഈ സ്നേഹം എന്നും പ്രകടിപ്പിക്കുന്നു. ഈ സമാനതകൾ കാരണം പെലിക്കനും കുഞ്ഞുങ്ങളും ദിവ്യകാരുണ്യത്തെയും വീണ്ടെടുപ്പിനെയും രക്ഷയെയും പ്രതിനിധീകരിക്കുന്നു. ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു തള്ള പെലിക്കന്റെയും കുഞ്ഞുങ്ങളുടെയും ചിത്രം പലപ്പോഴും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ബലിപീഠങ്ങളിൽ, കൂടാരത്തിന്റെ വാതിലുകളിൽ, ഗ്ലാസ് ജനലുകളിൽ, ദേവാലയങ്ങളിലെ മറ്റ് അലങ്കാരങ്ങൾക്കായി ഈ പ്രതീകം ഉപയോഗിക്കാറുണ്ട്.